ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ പുരോഗതിക്കുമായി തലവൂർ ഗ്രാമപഞ്ചായത്തിൽ 2012-2013 വർഷത്തെ ബഡ്ജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡന്റുമായ വടകോട് മോനച്ചൻ അവതരിപ്പിച്ചു. 12,67,996 രൂപ വരവും 12,18,90,000 രൂപ ചെലവും 48,76,996 രൂപ മിച്ചവും വരുന്ന ബഡ്ജറ്റാണ് അദ്ദേഹം പഞ്ചായത്ത് ഭരണസമിതി മുമ്പാകെ അവതരിപ്പിച്ചത്. കാർഷിക മേഖലയുടെ പുരോഗതി, ഗ്രാമീണ റോഡുകളുടെ നവീകരണം, ദുർബല ജനവിഭാഗങ്ങൾക്ക് സഹായം, ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസ ശാക്തീകരണം, മാലിന്യ സംസ്കരണം, ബയോഗ്യാസ് ഉൽപാദനം ഉൾപ്പെടെ സമസ്ത മേഖലകളുടെ അഭിവൃദ്ധി ലക്ഷ്യമാക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി 3,73,72,000 രൂപയും ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിന് 1,10,00,000 രൂപയും ദുർബല ജനവിഭാഗങ്ങളുടെ പുരോഗതിക്കായി 53,90,500 രൂപയും വീടുകളിൽ മാലിന്യ സംസ്കരണത്തിനും 53,90,500 രൂപയും വീടുകളിൽ മാലിന്യ സംസ്കരണത്തിനും ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് 25 ലക്ഷം രൂപയും പൊതുശ്മശാനം സ്ഥാപിക്കുന്നതിന് 10 ലക്ഷം രൂപയും ആരോഗ്യ പരിപാലനത്തിനായി 25,35,000 രൂപയും അംഗൻവാടികളുടെ പുരോഗതിക്ക് 35,27,600 രൂപയും പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിനും പുരുഷ സ്വയം സഹായ സംഘങ്ങൾക്ക് സ്വയം തൊഴിൽ പ്രവർത്തനം നടത്തുന്നതിനും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും വികലാംഗ ക്ഷേമത്തിനും പട്ടികജാതി വിഭാഗങ്ങളുടെ പുരോഗതിക്കും ബഡ്ജറ്റിൽ തുക വകകൊള്ളിച്ചിട്ടുണ്ട്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ അഭിപ്രായ വ്യത്യാസമില്ലാതെ ബഡ്ജറ്റിനോട് സമ്പൂർണമായ യോജിപ്പാണ് പ്രകടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായി MLA, MP ഉൾപ്പെടെയുള്ളവരിൽ നിന്നും സാധ്യമായ എല്ലാ മേഖലകളിൽ നിന്നും ഫണ്ട് ചോദിച്ചു വാങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, കാർഷിക പുരോഗതിയിലൂടെ സമഗ്രമായ പ്രാദേശിക സാമ്പത്തിക വികസനമാണ് തലവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യമാക്കുന്നതെന്ന് വടകോട് മോനച്ചൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികല മോഹൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നെടുവന്നൂർ സുനിൽ സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോമശേഖരൻ പിള്ള, മധുസൂദനൻ ഉണ്ണി, ജലജ ഗോപിനാഥ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റജില, ശ്രീലേഖ, N ബാലകൃഷ്ണൻ, TM ബിജു എന്നിവർ ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കുകൊണ്ട് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.